കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി മുൻ ചെയർപേഴ്സൺ മഞ്ജു സിജു സ്വതന്ത്രയായി മത്സരിക്കുന്നു. 23-ാം വാർഡിലാണ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. 18-ാം വാർഡിൽ പത്രിക നൽകിയ സിറ്റിംഗ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിനെ പിൻവലിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. 8-ാം വാർഡിൽ LDF ഭീഷണിയായി മുൻ കൗൺസിലർ KV തോമസിന്റെ ഭാര്യ സിനി തോമസും പത്രിക നൽകിയിട്ടുണ്ട്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മികച്ച വിജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന കോൺഗ്രസിന് മഞ്ജു സിജുവിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയായിരിക്കുകയാണ്. 23-ാം വാർഡിലാണ് അവർ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ഇവിടെ പ്രൊഫസർ ആഷ്ലി ജോസാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഭർത്താവും മുൻ ചെയർമാനും സിറ്റിംഗ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് സിജു എബ്രഹാമിനൊപ്പമെത്തിയാണ് മഞ്ജു സിജു പത്രിക സമർപ്പിച്ചത്. പ്രത്യേക സാഹചര്യത്തിലാണ് മത്സരത്തിനിറങ്ങേണ്ടി വന്നതെന്ന് മഞ്ജു സിജു പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടി പ്രവർത്തകയായിരുന്നെങ്കിൽ മത്സരിക്കുമായിരുന്നില്ല. പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണവും കേൾക്കുന്നുണ്ട്. ജനങ്ങളുടെ വികാരമാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും മഞ്ജു സിജു പറഞ്ഞു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എനിക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വന്നത്. ഞാൻ ഈ വർഷം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയായതിനാൽ എനിക്ക് ചെയ്യാൻ പറ്റിയ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള കാലത്തെ ആ സേവനം വീണ്ടും ജനങ്ങൾക്ക് നൽകാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് പാർട്ടിയെ സമീപിച്ചത്. പക്ഷേ നിർഭാഗ്യപരമെന്ന് പറയട്ടെ, പാർട്ടി എനിക്ക് സീറ്റ് നിഷേധിച്ചു. അതിനാലാണ് ഞാനിങ്ങനെ സ്വതന്ത്രയായിട്ട് മത്സരിക്കേണ്ടി വന്നത്. 23-ാം വാർഡിലെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണോ എന്ന് ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. കോൺഗ്രസ് പാരമ്പര്യമുള്ള, കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവർത്തകയ്ക്കാണ് ഈ സീറ്റ് നൽകിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ നിൽക്കേണ്ടി വരികമായിരുന്നില്ല. ഇത് ആ നാട്ടിലുള്ള ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ് എന്നെ ഇന്നൊരു സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. ഒരിക്കലും നമ്മൾ ഒരു പേയ്മെൻറ്റ് സീറ്റിൽ നിന്ന് ഒക്കെ പറഞ്ഞുള്ള പല ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും അതായിരുന്നില്ല കോൺഗ്രസിൻ്റെ പാരമ്പര്യം. 2015 മുതൽ 5 വർഷം മഞ്ജു സിജു കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സണായിരുന്നു. സിജു എബ്രഹാമും ചെയർമാനായിരുന്നിട്ടുണ്ട്. 23-ാം വാർഡിൽ മഞ്ജു സിജുവിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് കടുത്ത വെല്ലുവിളിയാകും. 18-ാം വാർഡിൽ കോൺഗ്രസിലെ സിറ്റിംഗ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പത്രിക നൽകിയിട്ടുണ്ട്. ഈ വാർഡിൽ കേരള കോൺഗ്രസിലെ KC ജോസഫാണ് UDF സ്ഥാനാർത്ഥി. LDFൽ NC ചെറിയാനാണ് സ്ഥാനാർത്ഥി. ഷിബുവിനെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. 8-ാം വാർഡിൽ സിനി തോമസിന്റെ സ്ഥാനാർത്ഥിത്വം LDFന് വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. 3 തവണ കൗൺസിലറായിട്ടുള്ള KV തോമസിന്റെ ഭാര്യയാണ് സിനി. അനിത ശോഭിയാണ് LDF സ്ഥാനാർത്ഥി. GTV ന്യൂസ്, കോതമംഗലം.